ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ദിവസവും തലവേദനയായി വരുന്ന, കൊണ്ട് കളയാൻ പോലും പറ്റാതെ വരാറുള്ള 2 സാധനങ്ങൾ വെച്ച് നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കുമൊക്കെ നല്ലൊരു വളം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ പച്ചക്കറി ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാറുണ്ടല്ലേ. എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ് ഈ ഉള്ളിത്തൊലി, സവാളത്തൊലി, അതുപോലെ വെളുത്തുള്ളിയുടെ ഇതൊക്കെ. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന പഴത്തിൻ്റെ തൊലിയും ഇതുപോലുള്ള ബാക്കി പച്ചക്കറികളുടെ വേസ്റ്റും ഒക്കെ നമ്മൾ ഒന്നുകിൽ എവിടെയെങ്കിലും കൊണ്ടിടുകയോ അതല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയുകയോ ഒക്കെയാണ് ചെയ്യാറ്. ഇങ്ങനെ കളയുന്നത് കൊണ്ട് തന്നെ എലിശല്യമൊക്കെ കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ലൊരു വളം തയ്യാറാക്കിയെടുത്ത് അത് നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി വളരുകയും അതുപോലെ നല്ല കായ്ഫലം ഇതിൽ നിന്നൊക്കെ, ഈ പച്ചക്കറികളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ വളം ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കഞ്ഞിവെള്ളമില്ലേ, നമ്മൾ ഈ കഞ്ഞിവെള്ളം ഇതുപോലെ തന്നെ നമ്മൾ വെറുതെ ഒഴിച്ചു കളയാറൊക്കെയാണ് സാധാരണ ചെയ്യാറ്. ഈ കഞ്ഞിവെള്ളത്തിലൊക്കെ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതും നമുക്ക് നമ്മുടെ ഈ വളം ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ എടുക്കേണ്ടത് നന്നായി അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു ബക്കറ്റാണ് കേട്ടോ. ഇതിലേക്ക് അധികം എയറൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഈച്ചയൊക്കെ കിടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഉണ്ടാക്കുന്ന വളത്തിൽ പുഴുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ ബക്കറ്റിലേക്ക് നമുക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ മുട്ടത്തോടൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ നന്നായിട്ട് പൊടിച്ച് നമ്മുടെ റോസിൻ്റെ ചോട്ടിൽ അതുപോലെ പച്ചക്കറികളുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ ഈ പച്ചക്കറി വേസ്റ്റ് മുഴുവൻ നമുക്ക് അതാത് ദിവസത്തെ നമുക്ക് ഈ ബക്കറ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ നമുക്കിത് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയാവുമ്പോൾ കുറച്ച് നാളുകളൊക്കെ പിടിക്കും. ഇത് നമുക്ക് ഒരു വളമായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കണമെങ്കിൽ. ഇപ്പോൾ ഈ വേസ്റ്റൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് കഴുകുന്ന വെള്ളം, കടല, പരിപ്പ്, ഗ്രീൻ പീസ്, അതുപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കഞ്ഞിവെള്ളം ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ അധികം സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ അധികം സ്മെല്ലൊന്നും വരാതെ, പുഴു വരാതെയൊക്കെ ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. എന്തായാലും പച്ചക്കറി വേസ്റ്റൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിലൊക്കെ പുഴുക്കളുണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൈകൾ കൊണ്ട് തൊടാതെ ഇതുപോലെ എന്തെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതെടുത്താൽ മാത്രം മതി. ഇനി ഇതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇങ്ങനെ വരുന്ന എല്ലാ ദിവസവും വരുന്നത് നമുക്ക് ഇതിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി ഇട്ടതിന് ശേഷം പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ശരിക്കും വളമായിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇത് ഞാൻ അങ്ങനെ ദിവസവും അടച്ച് ഇട്ട് വയ്ക്കാറുള്ളതാണ്. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് ചീഞ്ഞ് ഇതിലേക്ക് ഈ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ കഞ്ഞിവെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ഇത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പച്ചച്ചാണകമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നില്ലേ, അതിനേക്കാളൊക്കെ വളരെ നല്ല ഒരു വളമായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്.
സാധാരണ ഇതിന് തുറക്കുന്ന സമയത്തൊക്കെ ഒരു മണമൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും നമ്മൾ പച്ചക്കറികളൊക്കെ നടുമ്പോൾ നമ്മൾ അതൊന്നും കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ വളം ഉണ്ടാക്കുന്നത് വഴി ഇതിൽ നമ്മുടെ പച്ചക്കറിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, ചെടികളുടെയും പച്ചക്കറികളുടെയും വളർച്ചയ്ക്ക് മാത്രമല്ല, ഇത് നന്നായി പൂക്കാനും കായ്ക്കാനും. കാരണം ഇതിൽ പഴത്തൊലി, ഉള്ളിത്തോല് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം പച്ചക്കറികളുടെ വേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു മികച്ച വളം തന്നെയായിട്ടാണ് കേട്ടോ മാറുന്നത്. നമ്മൾ എത്ര വളമാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളം കൂടി ചേർത്ത ശേഷം വേണം കേട്ടോ അത് നമ്മൾ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറികളും ചെടികളും ഒക്കെ നല്ല രീതിയിൽ കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യും. വേറെ ഒരു വളവും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊരു വളം തയ്യാറാക്കി കൊടുത്താൽ തന്നെ നല്ല റിസൾട്ട് നമ്മുടെ ചെടികളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. ഇത് കണ്ടോ, ഇത് നമ്മുടെ റോസിനും അതുപോലെ തന്നെ എല്ലാ പൂച്ചെടികൾക്കും ഇലച്ചെടികളായാലും അതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ ധാരാളം കണ്ടോ മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പുതിയ തളിർപ്പുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.